പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 17 ഞായർ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് ഇലക്ഷൻ കമ്മീഷണർ board@gmail.com വഴി സമർപ്പിക്കാൻ സാധിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ്. പാരന്റ് ഐഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാനാകും. നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം ഇന്ന് ആരംഭിക്കും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിൽ ഉണ്ട്. നവംബർ 21 മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും. ഡിസംബർ 7 ഉച്ചയ്ക്ക് 1 മണി വരെ പത്രിക സ്വീകരിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 14 നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ഡിസംബർ 26 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ 27 പുറത്തുവിടും. ജനുവരി 11 മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. കാലത്ത് 8 മുതൽ വൈകുന്നേരം 8 വരെയാണ് വോട്ടിംഗ് സമയം. അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും. സ്കൂൾ ബോർഡിലേക്ക് 5 അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കുന്നത്. മൊത്തം 11 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിലുണ്ടാകുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിലും എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ 54ാം ദേശീയദിന ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങുന്നു. ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ നിറഞ്ഞും സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സ്വദേശികളും വിദേശികളും. വിവിധ ഇടങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അലങ്കാര പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. പതാക വർണ്ണങ്ങളിൽ ദീപാലങ്കാരങ്ങളും പാതയോരങ്ങളിൽ ഒരുക്കി. സ്വകാര്യ സ്ഥാപനങ്ങളും പതാക വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നു. വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവൃത്തികൾ. നാടിന്റെ പല ഭാഗങ്ങളിലായി പാതയോരങ്ങളോട് ചേർന്ന് പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ പകൽ സമയത്തും സൗന്ദര്യമുള്ള കാഴ്ചകളാണ്. എന്നാൽ അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നത് മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിൽ വ്യത്യസ്തവും ആകർഷകവുമായ രീതിയിൽ അലങ്കരിക്കുന്നവരുമുണ്ട്. ഇതിന് റോയൽ ഒമാൻ പോലീസ് അനുമതി നൽകുകയും മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. കാറുകളാകെ മൂടുന്ന രീതിയിലും തിരിച്ചറിയാനാകാത്ത വിധവും ചിത്രപ്പണികൾ ചെയ്യാൻ പാടില്ല. മലയാളം മിഷൻ ഒമാൻ സംഘടിപ്പിച്ച അക്ഷരം 2024 സാംസ്കാരിക മഹാമേള നവംബർ 15 വൈകുന്നേരം 5 മണിക്ക് വെള്ളിയാഴ്ച റുസൈലിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടന്നു. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100-ലധികം കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ അക്ഷരോത്സവത്തിന് കൊടിയേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലയാളം മിഷൻ ഡയറക്ടറും പ്രമുഖ കവിയുമായ മുരുകൻ കട്ടാക്കട, കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും കേരളത്തിലെ എണ്ണം പറഞ്ഞ ചെണ്ടവാദകനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ കുട്ടി, ഒമാനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ, മലയാളം മിഷൻ ഒമാൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സെപ്റ്റംബറിൽ യാത്രക്കാരിൽ 4.7% വർധന രേഖപ്പെടുത്തി. ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ 97,64,530 പേർ വിമാനത്താവളം വഴി യാത്ര നടത്തിയതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്ര കണക്കുകൾ വ്യക്തമാക്കി. ഇക്കാലയളവിൽ വിമാന സർവീസുകളും വർധിച്ചു. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത്. 1,49,561 ഇന്ത്യൻ പൗരന്മാർ ഇക്കാലയളവിൽ യാത്ര ചെയ്തു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പൗരന്മാരാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ളതെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒമാനിലെ ആഭ്യന്തര യാത്രക്കാരിലും വിമാന സർവീസുകളിലും വർധനവുണ്ടായി.
ഒമാന്റെ 54ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ഇന്ന് അൽ സമൂദ് ക്യാമ്പിൽ നടക്കും. മിലിട്ടറി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും. റോയൽ ഒമാൻ എയർഫോഴ്സ്, റോയൽ നേവി ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ പ്രത്യേക സേന, റോയൽ ഒമാൻ പോലീസ്, റോയൽ കോർട്ട് അഫയേഴ്സ്, റോയൽ കാവൽറി, റോയൽ ഗാർഡ് കാവൽറി ഓഫ് ഒമാൻ വിഭാഗങ്ങൾ പങ്കെടുക്കും. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിൽ, ഷൂറ കൗൺസിൽ ചെയർമാൻ അംഗങ്ങൾ, ഉപദേശകർ, അറബ് വിദേശ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അണ്ടർ സെക്രട്ടറിമാർ, ഗവർണർമാർ, വിരമിച്ച സൈനിക കമാൻഡേഴ്സ്, ജഡ്ജിമാർ, പബ്ലിക് പ്രോസിക്യൂഷൻ അംഗങ്ങൾ, വാലിമാർ തുടങ്ങിയവരും സന്നിഹിതരാകുമെന്ന് ONA റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പ് യോഗ്യതാഘട്ടത്തിലെ നിർണായ മത്സരത്തിൽ ഫലസ്തീനെതിരെ വിജയം സ്വന്തമാക്കിയ ഒമാന് മുന്നിൽ അടുത്ത ലക്ഷ്യം മിഷൻ ഇറാഖ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ബൗഷർ സുൽത്താൻ ഖാബൂസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകൾക്കും വിജയം അതിനിർണായകമാണെന്നിരിക്കെ പോരാട്ടം ശക്തമായിരിക്കും. ഫലസ്തീനെതിരെ നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം ഒമാൻ ടീമിന് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും എതിരാളികൾ ശക്തരാണ് എന്നതിനാൽ മത്സരം എളുപ്പമാകില്ല. കഴിഞ്ഞ മത്സരത്തിൽ ജോർദാനെതിരെ സമനില വഴങ്ങിയാണ് ഇറാഖ് ഒമാനിലെത്തുന്നത്. പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് തിരികെയെത്തുന്നതിന് ഇറാഖിന് വിജയം കൂടിയേ തീരൂ. സെപ്റ്റംബറിൽ അവസാനമായി ഒമാനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇറാഖിനൊപ്പമായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാന്റെ വിജയം ചെമ്പടയുടെ സാധ്യത വീണ്ടും സജീവമാക്കി. ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിലെ 3ാം മത്സരത്തിൽ ഒമാനെ വീഴ്ത്തി നെതർലാൻഡ്. ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഒമാന് 118 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വാദി അൽ മആവിൽ ഹജറത്ത് അൽ ഷൈഖ് ടൂറിസ്റ്റ് വാക്ക്വേ പദ്ധതി നാടിന് സമർപ്പിച്ചു. ഹജറത്ത് അൽ ഷൈഖ് മുതൽ ബൈത്ത് അൽ ഗശാം മ്യൂസിയം ഉൾപ്പെടുന്ന പദ്ധതി 1500 മീറ്റർ നീളവും 23 മീറ്റർ വീതിയുമുള്ള നടപ്പാത പൈതൃക വിനോദ സഞ്ചാര മന്ത്രി സലാം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ഉദ്ഘാടനം ചെയ്തു. ഉന്നത പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ഹജറത്ത് അൽ ഷൈഖ്, അൽ സഫാല കാസിൽ, ബൈത്ത് അൽ ഗശാം മ്യൂസിയം എന്നിങ്ങനെ 3 പൈതൃക സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാത. വഴിയിലുടനീളം സന്ദർശകർക്ക് അൽവാഷിക്കി ഫലജും ഈന്തപ്പനകൾ നിറഞ്ഞ പച്ചമരിപ്പച്ചകളും ആസ്വദിക്കാം. പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ പൈതൃകവുമായി യോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത കല്ല് പാകിയ പാതയും പദ്ധതിയുടെ പ്രത്യേകതയാണ്. 60 സൗരോർജ ലൈറ്റിംഗ് തൂണുകളും ഇരിപ്പിടങ്ങളും കിയോസ്കുകളും കഫേകളും നടപ്പാതയിൽ ഉൾപ്പെടുന്നു. മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ യോഗ പരിശീലന സെഷൻ സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രങ്ങളുടെ ഒമാനിലെ അംബാസഡർമാർ, നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ യോഗ പരിശീലകർ നേതൃത്വം നൽകി. യോഗയെക്കുറിച്ചും യോഗ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ഉന്മേഷത്തെക്കുറിച്ചും മറ്റു ഗുണങ്ങളെക്കുറിച്ചും അംബാസഡർ അമിത് നാരംഗ് സംസാരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.